എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പ്രവേശന പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നു. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടക്കുന്നത് ജൂൺ 5 മുതൽ ജൂൺ 10 വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടുള്ള കീം 2024 പരീക്ഷ നടക്കുന്നത് ജൂൺ 5 മുതൽ ജൂൺ 10 വരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായിട്ട് 130 പരീക്ഷാ കേന്ദ്രങ്ങളിലും ദുബായ്, ഡൽഹി, മുംബൈ ഉൾപ്പെടെ ആകെ 133 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ട് നടക്കുകയാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് നടക്കുന്നത്. അതുപോലെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് മാത്രം അപേക്ഷിച്ച വിദ്യാർത്ഥികൾ 10/6 അതായത് ജൂൺ 10 ഉച്ചയ്ക്ക് 3:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികളുടെ കൈവശം അഡ്മിറ്റ് കാർഡ് കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, അതുപോലെ പാൻ കാർഡ്, ഇലക്ഷൻ ID, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച ഹാൾ ടിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥി +2 പഠനം നടത്തിയ സ്ഥാപന മേധാവി നൽകുന്ന വിദ്യാർത്ഥിയുടെ ഫോട്ടോ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, അത് അല്ലെങ്കിൽ ഒരു ഗസ്റ്റഡ് ഓഫീസർ നൽകുന്ന നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച ഫോട്ടോ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ വിദ്യാർത്ഥികൾ കയ്യിൽ കരുതേണ്ടതാണ്. പുതുക്കിയ സമയക്രമം രേഖപ്പെടുത്തിയിട്ടുള്ള പുതിയ അഡ്മിറ്റ് കാർഡ് തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് പരീക്ഷാ കമ്മീഷനുടെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ പുതുക്കിയ സമയക്രമം നിങ്ങളുടെ പുതുക്കിയ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടക്കുന്നത് 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ നടക്കുന്നത്. അപ്പോൾ റിപ്പോർട്ടിംഗ് ടൈം വിദ്യാർത്ഥികൾ 11:30 മുതൽ 1:30 വരെയും അതുപോലെ തന്നെ ഈ ഒരു എക്സാം നടക്കുന്നത് 2 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുമാണ്. അതുപോലെ ഫാർമസി ഓൺലി സെലക്ട് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 10 ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെയാണ് വിദ്യാർത്ഥികൾ കോളേജിൽ അതായത് എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലെ 3:30 മുതൽ 5 മണി വരെയാണ് വിദ്യാർത്ഥികളുടെ ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി പരീക്ഷ നടക്കുന്നത് 150 ക്വസ്റ്റ്യനും ശരി ഉത്തരത്തിന് 4 മാർക്കും ടോട്ടൽ 600 മാർക്കുള്ള ക്വസ്റ്റ്യനാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. തെറ്റുത്തരത്തിന് -1 മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഫാർമസി പരീക്ഷയാണെങ്കിൽ നിങ്ങൾക്ക് 75 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അപ്പോൾ 75 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ 45 അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടോട്ടൽ നിങ്ങൾക്ക് 300 മാർക്കാണ് വരിക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾ സ്കോർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഠിക്കേണ്ടതാണ്. എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ 11:30 മുതൽ 1:30 വിദ്യാർത്ഥികൾ റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഫാർമസി ഓൺലി മാത്രം എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു 1 മണി മുതൽ 3 മണി വരെ വിദ്യാർത്ഥികൾക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് 10-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്, ആ ഫാർമസി ഓൺലി പരീക്ഷ. അപ്പോൾ സർക്കാർ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും സ്വകാര്യ ലാബുകളിലെയുമാണ് ഈ ഒരു പരീക്ഷാ കേന്ദ്രങ്ങളായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജില്ലകളിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായിട്ട് ജില്ലാതലത്തിൽ നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. പോലീസ്, ഫയർഫോഴ്സ്, വൈദ്യുതി, KSRTC, ആരോഗ്യം തുടങ്ങിയ എല്ലാ വകുപ്പുകളുടെയും സഹായ പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഈ ഒരു പരീക്ഷ നടത്തുന്നതിനായിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പരീക്ഷ സുഗമമായിട്ട് നടത്തുന്നതിനായിട്ട് എല്ലാ ജില്ലകളിലെയും ജില്ലാ കളക്ടർമാർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിക്കുകയും അതുപോലെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ കീം 2024 CBT പരീക്ഷയോടനുബന്ധിച്ചുള്ള സംശയ നിവാരണത്തിനും അന്വേഷണങ്ങൾക്കുമായിട്ട് വിദ്യാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ കാര്യാലയത്തിൽ കൺട്രോൾ റൂം ആരംഭിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചുവടെ നൽകുന്ന ടെലിഫോൺ നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് 0471321220 ഈ ഒരു നമ്പറിലോ അല്ലെങ്കിൽ 0471233848 ആ ഒരു നമ്പറിലോ അല്ലെങ്കിൽ 047125253000 ആ ഒരു നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.